Hi all, welcome to the next video of Bright to Success. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന +2ൻ്റെ 12th ചാപ്റ്ററിനാണ്. ബിസിനസ് സ്റ്റഡീസിലെ 12th ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് 5 months മാത്രമേ ഉള്ളൂ നമ്മുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനായിട്ട്. അപ്പം എന്തായാലും എന്ത് ചെയ്യണം, ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. പറയാനായിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ് ലാസ്റ്റ് നിമിഷം കൊണ്ടിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ പറയുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ കൂടി മുന്നേ മനസ്സിൽ തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ക്ലാസ് വെച്ചിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നാണ്. അപ്പം ആസ് യൂഷ്വൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടായിരിക്കുമല്ലോ ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് പ്രൊവൈഡിങ് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സിന് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ച് ഒരു കൺസ്യൂമറാണ് അവരുടെ കിങ്. അല്ലെങ്കിൽ കൺസ്യൂമറുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ വാണ്ട്സ്, നീഡ്സ്, അവരുടെ പ്രിഫറൻസ് അതനുസരിച്ചിട്ടാണ് ഒരു ബിസിനസ്മാൻ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്, കൺസ്യൂമർ വാണ്ട്സ് ആൻഡ് നീഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് എഗെയിൻസ്റ്റ് ദ അൺകൾച്ചറസ് എക്സ്പ്ലോയിറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ മാനുഫാക്ചേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഈ സെയിം ബിസിനസ്മാൻ തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സിനെ ചീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മളൊരു സാധനം വാങ്ങുന്നത് ആ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിട്ടല്ലേ നമ്മളൊരു സാധനം വാങ്ങുന്നത്. അപ്പം ആ സെയിം ബിസിനസ്മാൻ നമ്മളെ ചീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? ഓക്കെ, അപ്പം ഇതൊക്കെ ഈ ഒരു ചീറ്റിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അൺഫെയർ പ്രാക്ടീസിൽ നിന്നും അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റീവ് ആക്ടിവിറ്റിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതാ, ഇറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് ഓൺ അൺഫെയർ ട്രേഡ് ആക്ടിവിറ്റീസ്. ഈ ഒരു സെയിം സംഭവം നമുക്ക് ഈ ഒരു കൊമേഴ്സുകാർക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു കാണാപ്പാടം പഠിച്ചിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു സംഭവം ഇപ്പം എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ, ഇനി ആ ഒരു സംഭവം നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തേ കൺസ്യൂമറിന് മേലുള്ള പ്രൊട്ടക്ഷനാണ്, അൺട്രേഡ് ഓഫ് ആക്ടിവിറ്റീസിന് മേലുള്ള പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായല്ലോ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ ആപ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ബിസിനസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് കൺസ്യൂമറിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണെന്നും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷനാണ് നെക്സ്റ്റ് പോർഷൻ വന്നിട്ട്. ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷനെ നമ്മൾ രണ്ടായിട്ട് ടെക്സ്റ്റിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്രം ദ കൺസ്യൂമർ വ്യൂ പോയിന്റ് എന്നും അതുപോലെ തന്നെ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ബിസിനസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് കൺസ്യൂമറിൻ്റെ വ്യൂ പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, കൺസ്യൂമർ ഇഗ്നോറൻസ്. പല കൺസ്യൂമേഴ്സിന് ഇപ്പം ഞാനൊരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി, ഒരു മിക്സി വാങ്ങുകയെന്ന് വെക്കുക. അപ്പം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്, അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്കിത് കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും, പൈസ കൊടുത്ത് വാങ്ങിയാലേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് അവെയർ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇതിനെതിരെ നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ ഈ ഒരു മിക്സി, അതിന് മുമ്പ് പ്രോബ്ലം ഉണ്ടായിരിക്കണം. അപ്പം ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റൈറ്റ്, നമുക്ക് അതിന് റൈറ്റ് ഉണ്ട്, ഇതിനെതിരെ മുന്നോട്ട് പോകാനായിട്ടുള്ള റൈറ്റ് നമുക്കുണ്ട്. അതാണ് ഫസ്റ്റ് കൺസ്യൂമർ ഇഗ്നോറൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അൺഓർഗനൈസ്ഡ് കൺസ്യൂമർ. ദർ ഈസ് നീഡ് ടു ഓർഗനൈസ് കൺസ്യൂമേഴ്സ് ഇൻ ദ ഫോം ഓഫ് കൺസ്യൂമർ അസോസിയേഷൻ ഹു വുഡ് ടേക്ക് കെയർ ഓഫ് ദെയർ ഇൻട്രസ്റ്റ്.
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ് ഏതൊരു കമ്പനിയുടെ എയിം, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത് ഞാനെന്ന കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ആ ബിസിനസ്സിന് കുറച്ചും കൂടി ഇട്ട് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കാരണം എന്താണ്, ഇപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈ ആയില്ല, ഞാനെന്ന കൺസ്യൂമറിന് സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കമ്പനിയെ പറ്റിയിട്ട് നെഗറ്റീവ് മാത്രമായിരിക്കും ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വഴിയിട്ട് നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വൈഡ് ആവാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് എന്ത് വേണം, കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ബിസിനസ് എപ്പോഴും എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ വാണ്ട്സൊക്കെയാണ് ഈ ഒരു പ്രൊട്ടക്ഷനിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മൾ പോലും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് പലപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്, ടി വിയിലോ ഫോണിലോ ഒക്കെ പല അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടായിരിക്കും നമ്മൾ പല പ്രോഡക്റ്റ്സും വാങ്ങുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഡക്റ്റ്സ് നമുക്ക് ആ ഒരു ആഡിൽ കാണിക്കുന്ന സെയിം എഫക്റ്റ് നമുക്ക് പലപ്പോഴും തരാറില്ല, അല്ലേ? അപ്പോൾ ആ സെയിം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്സ് ക്രീംസ് ആവട്ടെ, അങ്ങനെയുള്ള എന്ത് സംഭവമാവട്ടെ, നമുക്കിപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന അതേപോലത്തെ റിസൾട്ട് തരാറില്ല. അപ്പം അതിനെതിരെ അല്ലെങ്കിൽ അഡ്വർടൈസിങ് വഴി മിസ്ലീഡ് ആയി പോകുന്ന കൺസ്യൂമേഴ്സിന് ഇതെന്തുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണ് നെസസറി ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ ബിസിനസ്സിൽ ഫസ്റ്റ് വരുന്നതാണ് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബിസിനസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനെ എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോങ് ടേം ഇൻട്രസ്റ്റ്, അപ്പം ഈ ഒരു ഇതുവഴി കൺസ്യൂമർ സാറ്റിസ്ഫൈ കിട്ടുന്നത് വഴിയിട്ട് ഒരു ലോങ് ടേം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഒരു ബിസിനസ്സിന് ഡൈവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബിസിനസ് യൂസ് സൊസൈറ്റീസ് റിസോഴ്സ്. ബിസിനസ് പല സൊസൈറ്റിയുടെ റിസോഴ്സസും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസ്മെന് എന്ത് ചെയ്യും, പലപ്പോഴും അൺസ്ക്രിപ്ചർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് കുറയും. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വഴിയിട്ട് എന്തെങ്കിലും അൺഫെയർ ആക്ടിവിറ്റീസ് ഫൈൻഡ് ചെയ്താൽ അത് ബിസിനസ്സിനെ ഒരു നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് ഫിനാൻഷ്യലി പേയ്മെൻറ്റ് നടത്തുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിഷ്മെൻറ്റ് വാങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു ബിസിനസ്സിന് സൊസൈറ്റിയിലുള്ള റെസ്പോൺസിബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ദെൻ മോറൽ ജുഡിഡിക്ഷൻ. ഇറ്റ് ഈസ് എ മോറൽ ഡ്യൂട്ടി ഓഫ് എവരി ബിസിനസ് ടു ടേക്ക് കെയർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. എല്ലാ ബിസിനസ്സിൻ്റെയും മെയിൻ കൺസ്യൂമർ ഇൻട്രസ്റ്റ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അൺഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ. ദെൻ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഇൻ ദ കേസ് ഓഫ് ഫേം ഡു നോട്ട് വോളണ്ടറിലി സെർവ് ദ നീഡ്സ് ഓഫ് ദ ഇൻട്രസ്റ്റ്, ഗവൺമെൻറ് ബോണ്ട് ഇൻ്റർവെൻ. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് ഡയറക്റ്റായിട്ട് നമ്മുടെ കൺസ്യൂമറിന് ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റോ ഒന്നും സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ഗവൺമെൻറ്റിന് ഇവിടെ ഇടപെടാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ്. ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ട് നിലവിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ആക്ട്സ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ടിക്ക് ചെയ്തിട്ടുള്ള ആക്റ്റും അതിൻ്റെ ഇയറും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, അതുപോലെ തന്നെ നെക്സ്റ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, ദെൻ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955, ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് ഓൾട്രേഷൻ ആക്ട് 1954, ദ ട്രേഡ് മാർക്ക് ആക്ട് 1999, ദ സ്റ്റാൻഡേർഡ് ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1976, ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇത് വേണ്ട കേട്ടോ, ദെൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് 1986. അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ആക്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമറിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് റൈറ്റ്. ഇതെന്തായാലും ചോദിക്കും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കുറേ ഇയർ ആയിട്ട് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് എന്തായാലും പഠിച്ചുകൊണ്ട് പോകാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇത് ഫസ്റ്റ് വരുന്നതാണ് റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടക്ട് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. കൺസ്യൂമറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ അല്ലെങ്കിൽ ലൈഫിൽ ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമുക്കത് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി, നമ്മുടെ ആ ഒരു ബിസിനസ് ആണല്ലേ ഉത്തരവാദി. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഈ ഒരു കൺസ്യൂമറിനുണ്ട്. ഓക്കെ,
For example, many electrical goods, pressure cooker, etc. may be manufactured different, likely to cause serious injury of the consumers. പലപ്പോഴും പല വെഹിക്കിൾസും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കേഴ്സ്, അതുപോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പല ഐറ്റംസും, അതുപോലെ നമ്മുടെ വെഹിക്കിൾ റോഡിൽ യൂസ് ചെയ്യുന്ന പല എക്യുപ്മെൻറ്റ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം നമുക്ക് ഹാസാഡ് സംഭവിക്കാറുണ്ട്, നമ്മുടെ ലൈഫിന് തന്നെ പ്രശ്നം പറ്റാറുണ്ട്. അപ്പം അതിനെതിരെയുള്ള സേഫ്റ്റിയാണ് റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുമ്പോൾ. കൺസ്യൂമറിന് റൈറ്റ് ഉണ്ട് ആ ഒരു പാർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഓൾ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള, അല്ലെങ്കിൽ ടു ബി ഇൻഫോം ആകുവാനുള്ള. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിയ പോലും ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ബേക്കിൽ അതിൻ്റെ എന്തുണ്ടായിരിക്കും, ഇൻഗ്രീഡിയൻസ്, അതുപോലെ എത്ര കലോറിയാണ്, എത്ര പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലേ. അപ്പം അതൊക്കെ ചെയ്യണം എന്നുള്ളത്, അല്ല അതൊക്കെ ആ ബിസിനസ് ആ ഒരു ബിസ്ക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് റൈറ്റാണ്, അല്ലെങ്കിൽ അതൊരു കമ്പൽസറി. കാരണം എന്താണ്, നമ്മുടെ കൺസ്യൂമറിന് റൈറ്റ് ഉണ്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന സാധനം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഒരു സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഈ ഒരു കൺസ്യൂമറിനുണ്ട്. പിന്നെ റൈറ്റ് ടു ചൂസ് ആണ്. റൈറ്റ് ടു ചൂസ് എന്ന് പറയുമ്പോൾ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് കുറച്ചും കൂടിയിട്ട് കൂടുതലാണ്. അതിൽ നിന്നും ഒരാൾ പോലും നിങ്ങളെ കമ്പൽ ചെയ്യത്തില്ല ഇന്ന പ്രോഡക്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റാണ് നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വേണ്ടിയിട്ട് ആരും നിങ്ങളെ കമ്പൽ ചെയ്യത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമ്മൾ ക്വാളിറ്റി നോക്കി, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ മെൻ്റൽ സപ്പോർട്ടിന്, ഫിസിക്കൽ സപ്പോർട്ടിന്, നമുക്ക് എന്താണോ ആപ്റ്റ് അത് നോക്കി വാങ്ങാനുള്ള റൈറ്റ് നമ്മുടെ ഈ ഒരു കൺസ്യൂമേഴ്സിന് ഉണ്ട്. Then next വരുന്ന റൈറ്റ് ടു ബി ഹേർഡ്, കംപ്ലൈൻറ്റ് ആൻഡ് ദ ഹേർഡ് ആൻഡ് കേസ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങി, ആ ബിസ്ക്കറ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈവൻ ആ ബിസ്ക്കറ്റിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനെതിരെ നമുക്ക് നമ്മുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. പിന്നെ വരുന്നതാണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. അതിൽ നിന്ന് നമുക്കൊരു അതിന് പകരം, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും നീതി കിട്ടാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 20 ഗ്രാം എന്നുള്ള ഒരു ബിസ്ക്കറ്റാണ്, അതിൽ നമുക്കിപ്പോൾ 10 ഗ്രാമേ ഉള്ളൂ. ആ ഒരു ബിസ്ക്കറ്റിൽ നമ്മൾ 20 ഗ്രാം എന്ന് കണ്ടാണ് വാങ്ങിയത്, വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 10 ഗ്രാമേ ഉള്ളൂ. അപ്പം ഈവൻ ഫോർ ദാറ്റ് വി ക്യാൻ ഫയൽ കേസ്. അതിന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നത്, നമുക്ക് എന്ത് കിട്ടും, കേസ് ഫയൽ ചെയ്താൽ തിരിച്ച് ആ 2 ബിസ്ക്കറ്റ് ആയിരിക്കില്ല കിട്ടില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു റിഡ്രസൽ അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട്, ഒരു 10,000 രൂപയെങ്കിലും, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇങ്ങനെ നമ്മളൊരു കേസിൽ 10 ഗ്രാമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഒരു 10,000 റുപ്പീസെങ്കിലും റിഡ്രസലായിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ റിഡ്രസൽ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല, കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടോ കൺസ്യൂമർ എഡ്യൂക്കേഷനൊന്നും പറ്റിയിട്ടൊന്നും അറിയാത്ത ഒരാൾക്ക് നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാനായിട്ടുള്ള റൈറ്റ്, ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് അറിയാനായിട്ടുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ കൺസ്യൂമേഴ്സിന് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൺസ്യൂമേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും, കൺസ്യൂമർ ഷുഡ് കീപ്പ് എ മൈൻഡ് ദ ഫോളോയിങ് റെസ്പോൺസ്. കൺസ്യൂമേഴ്സ് കുറച്ചും കൂടി അവെയർ ആയിരിക്കണം. അപ്പോൾ കൺസ്യൂമറിന് കുറച്ച് അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസ്യൂമറിന് കുറച്ച് ഇൻഫോർമേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് പലപ്പോഴും ഈ ഒരു അൺഫെയർ ആക്ടിവിറ്റീസ് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അവെയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അവൈലബിൾ ഇൻ മാർക്കറ്റ്. കൺസ്യൂമർ എന്ത് ചെയ്യണം, ഏത് ടൈപ്സ് ഗുഡ്സ്, അതുപോലെ തന്നെ എത്ര ടൈപ്സ് ഗുഡ്സ്, മീൻസ് പല ടൈപ്സ് ഗുഡ്സ്, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ആരറിഞ്ഞിരിക്കണം, നമ്മുടെ കൺസ്യൂമർ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ദേ ഷുഡ് ബൈ ഓൺലി എ സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് ഹാവിങ് ദ ക്വാളിറ്റി അഷുറൻസ്. ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി അഷുറൻസ് ഉള്ള പ്രോഡക്റ്റ് നോക്കി ആര് വാങ്ങാനായിട്ട് നോക്കുക, കൺസ്യൂമേഴ്സ് വാങ്ങാനായിട്ട് നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ അക്മാർക്ക് ഉണ്ടാകും നോക്കുക. പിന്നെ ജ്വല്ലറി ആകുമ്പോൾ ഹോൾമാർക്ക്, അത് നമ്മളിപ്പോൾ നോക്കുക, ജ്വല്ലറിയിൽ പലപ്പോഴും എല്ലാവരും നോക്കാറുണ്ട് ഹോൾമാർക്ക് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഫുഡ് പ്രോഡക്റ്റ്സ് ആണെന്ന് FEO മാർക്ക് ഉണ്ടാകും നോക്കുക. പിന്നെ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ISA മാർക്ക് ഉണ്ടാവും നോക്കുക. പിന്നെ എക്കോ മാർക്ക് ഉണ്ടോ നോക്കുന്നത് എൻവയോൺമെൻറ്റൽ പ്രോഡക്ട്സിനാണ്. അപ്പം ഇതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം ഈ ടൈപ്സ് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ
ഹോൾമാർക്കില്ലാണ്ട ഒരു ജ്വല്ലറി നമ്മൾ അല്ലെങ്കിൽ ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ വാല്യൂം അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഹോൾമാർക്കിൻ്റെ സംഭവങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൺസ്യൂമേഴ്സിന് അവയർനെസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പോയി ഹോൾമാർക്ക് ഇല്ലാത്തൊരു ജ്വല്ലറി പർച്ചേസ് ചെയ്യത്തില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ ഷുഡിലാണ് അബൌട്ട് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഒരു പ്രോഡക്റ്റിൻ്റെ അസോസിയേറ്റ് വരുന്ന അല്ലെങ്കിൽ അത് റിലേറ്റ് ആയി വരുന്ന റിസ്ക്കും സംഭവങ്ങളൊക്കെ ആരറിഞ്ഞിരിക്കണം? നമ്മുടെ കൺസ്യൂമർ അറിഞ്ഞിരിക്കണം. അതുപോലെ ലേബലും അതുപോലെ പ്രൈസും അതിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷൻസും ഒക്കെ ലേബറും ഒക്കെ നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽ ആയിട്ട് അത് റീഡ് ചെയ്തിരിക്കണം. പിന്നെ എക്സസൈസ് ആൻഡ് ഡ്യൂട്ടീസ്, പിന്നെ ഹോണസ്റ്റ് ഡീലിംഗ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതിയോ, സംഭവം ഒന്നുമില്ല, അതാണ് സംഭവം. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ റിഡ്രസൽ ഏജൻസീസ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന റിഡ്രസൽ ഏജൻസീസ് ആണ്. ഏതാണ് 3 ടൈപ്പ് ഏജൻസീസ് ഉള്ളത്. ഫസ്റ്റ് വരുന്നത് ഡിസ്ട്രിക്ട് ഫോറം, ദെൻ സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ എന്നുള്ള വരുന്നത്. ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ റിഡ്രസൽ 20 ലക്ഷത്തിലും താഴെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 20 ലക്ഷത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിലാണ് നമ്മളിത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 20 ലക്ഷത്തിന് താഴെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ നമ്മൾ ഡിസ്ട്രിക്ട് ഫോറത്തിലാണ് കൊടുക്കേണ്ടത്. ഡിസ്ട്രിക്ട് ഫോറത്തിൽ എന്ന് പറയുമ്പോൾ 2 മെമ്പർ, ഒരു പ്രസിഡൻറ്റും 2 മെമ്പേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിലൊരു മെമ്പർ എന്ന് പറയുമ്പോൾ വുമൺ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ക്ലിയർ ആയില്ല, നമുക്ക് അവിടുത്തെ ഒരു സാറ്റിസ്ഫൈഡ് അല്ല, ആ ഒരു ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ ഡിസിഷൻ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ഫോറത്തിലേക്ക് പോകാവുന്നതാണ്. ഇനി സ്റ്റേറ്റ് ഫോറം എന്ന് സ്റ്റേറ്റ് കമ്മീഷനാണ്. സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 കോടിക്ക് ഉള്ളിലുള്ള 1 crore ഉള്ളിൽ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കംപ്ലയിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് കമ്മീഷനിൽ അറിയിക്കേണ്ടത്. ഓക്കെ, ഈ സ്റ്റേറ്റ് കമ്മീഷനിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണൽ കമ്മീഷനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എബോവ് 1 crore ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നാഷണൽ കമ്മീഷനിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ കൺസ്യൂം ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ കൺസ്യൂം ചെയ്യുന്നതിനെയാണ് നമ്മളതെന്ന് പറയുന്നത് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs. NGO എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. അപ്പം റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs എന്ന് പറയുമ്പോഴത്തേക്കും ഈ NGO എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇല്ലാത്തൊരു ടൈപ്പ് ഓർഗനൈസേഷൻസ് ആണ്. അവരുടെ അവരുടെ എയിം എന്ന് പറയുന്നത് ഒരിക്കലും പ്രോഫിറ്റ് അല്ല. ഇത് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും കൂടിയാണ്. ഓക്കെ, ഒരു പബ്ലിക്കിൻ്റെ വെൽഫെയർ ആണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ റൈറ്റ്സ് ഒക്കെ സേഫ് ആക്കുക, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് ട്രെയിനിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ കൺസ്യൂമർ റൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തന്നെ ബുക്ക്ലെറ്റ്സും അതുപോലെ പല മാസീവ് എഡിഷൻസൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൺസ്യൂമേഴ്സിന് അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൺസ്യൂമർ പ്രോഡക്ട്സ് എല്ലാം അവർ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ പ്രോഡക്ട്സും അവർ തന്നെ ടെസ്റ്റ് ചെയ്ത് കൺസ്യൂമറിന് മാക്സിമം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു NGOസിൻ്റെ എയിം എന്ന് പറയുമ്പോൾ. കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ അൺഫെയർ ആക്ടിവിറ്റീസിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് സഹായിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ 12th ചാപ്റ്റർ. അപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കുക. മെയിൻ ഒരു റീസൺ പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞ ഇയറിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു +2ൻ്റെ. അപ്പോൾ ഷുവറാണ് അടുത്ത ഇയറിലും ഭയങ്കരമായിട്ട് ഈ ഒരു നമ്മുടെ 2026 അതേപോലത്തെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവെയർ ആയിരിക്കുക. ജസ്റ്റ് കഴിഞ്ഞ ഇയറിലും മിക്കവർക്കും പറ്റിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കാരണം 2023 മുതൽ ഒരു അടുപ്പിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ലപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് മിക്കവരും പഠിച്ചിട്ട് പോയത്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ 2025 എക്സാം ഭയങ്കര ടഫായിരുന്നത്. സംഭവം ഈ ഒരു ടെക്സ്റ്റിൽ നിന്നും വിട്ട് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിച്ചതിൻ്റെ സ്ലാങ് വേറെയായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എക്സാം ടഫായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോയിരുന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ.